അപ്പം നല്ല പിടിച്ചുപറിയുള്ള മൽസന്തേരി ഫാബ്രിക്കിലുള്ള ഒരു സമ്മർ കളക്ഷൻ ആണ്. സമ്മർ കളക്ഷൻ മാത്രമല്ല, അതിൽ ഹാൻഡ് വർക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നോർമൽ വർക്ക് അല്ല അതിൽ കൊടുത്തേക്കുന്നത്. ഇതൊരു കാശ്മീരി എംബ്രോയിഡറിയുടെ മുകളിലാണ് ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഓൾറെഡി ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത്. ഇതിലിപ്പോൾ 4 കളറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിലെല്ലാ കളേഴ്സും ഒരേ ക്വാണ്ടിറ്റി ഇല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നായിരുന്നു. അപ്പം ഇതുപോലെ വർക്കൊക്കെ ഒരു നല്ലൊരു ഐറ്റമാണ്, നമ്മുടെ ഓൺ ഡിസൈനാണ്. ഡീറ്റെയിൽസ് നോക്കാം. നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വീനക്കാണ് ഇതിൻ്റെ. ഇതുപോലത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അത് കണ്ടില്ല, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇത് നോർമൽ എംബ്രോയിഡറിയോ ഹാൻഡ് വർക്കോ അല്ല ഇതിൽ ചെയ്തേക്കുന്നത്. നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാശ്മീരി വർക്ക് അതിലിങ്ങനെ ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ വർക്ക്. സോ അപ്പം ടോപ്പിന് യൂഷ്വലി ഉള്ള പോലെ 2.6 ടോപ്പ് ലെങ്ത് വരുന്നത്. ദുപ്പട്ടയിലും ഇതുണ്ടോ, നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതെല്ലാം വളരെ ലൈറ്റായിട്ട് സ്കാറ്റർ ചെയ്ത വർക്കാണ്. ഇത് 2 ബോർഡ് ഇതിലും ഒരേപോലെ ആ ഒരു കാശ്മീരി വർക്ക് പിന്നെ സ്കാറ്റർ ചെയ്തുണ്ടോ ആ ഒരു കാശ്മീരി വർക്കാണ്. കണ്ടില്ലേ, ഈ വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നോർമൽ എംബ്രോയിഡറി അല്ല, നല്ലൊരു വർക്ക് പാറ്റേൺ ആണ് ഇതിൽ ഓൾ ഓവർ വന്നേക്കാം. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഒരു ഡീപ്പ് ഗോൾഡൻ യെല്ലോ കളർ ഷെയ്ഡിലാണ് വരുന്നത്. അതിൽ വന്നിട്ട് ഇതുണ്ടോ സെയിം, ഒത്തിരി ഓവർ അല്ലാത്ത എന്നാൽ നല്ലൊരു കാശ്മീരി വർക്കിൽ ഹാൻഡ് ഹൈലൈറ്റഡ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രൈസ് റേഞ്ച് ആണ്. നമ്മൾ ഈ ദിവസം കണ്ടതെല്ലാം നോർമൽ ഡിസൈൻ ആണ്, നമ്മുടെ 2.6 ലെങ്ത് വരിക. സോ അപ്പം ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് 2 ബോർഡേഴ്സിലും ഒരേപോലെ കാശ്മീരി വർക്ക് ചെയ്തേക്കുന്നു. പിന്നെ ഓൾ ഓവർ ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താണ് വരുന്നത്. അതും ഫുൾ കാശ്മീരി, നോർമൽ വർക്ക് അല്ല. നമ്മൾ ഈ ദിവസം കണ്ടതെല്ലാം നോർമൽ വർക്കാണ്, അതും ഇത്രയും ഹെവി ഇല്ല, എന്നാലും ഇത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഇത് ഇത്രയും ഹെവിയാണ് ആൻഡ് ഓൺ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ 2.6 ലെങ്തും 2.4 ദുപ്പട്ട ലെങ്തും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് 2 ബോർഡേഴ്സിലും വർക്ക് ഉണ്ട്, ബോർഡർ വർക്ക് ഉണ്ട്, ഇടയ്ക്കൂടെയും വർക്ക് ഉണ്ട്. 1140 പ്രൈസും വരുന്നത്. ഇത് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ അടിപൊളിയാണ് വീഡിയോയിൽ കാണുന്നതിലും. നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഗ്രീൻ ആണ്, ഒല്ലുവല്ല, എന്നാലും ഒരു ചെറിയ 2 ടോൺ ഉണ്ട്. ഈ ദിവസങ്ങളിൽ കണ്ട കളർ ഷെയ്ഡ്സിലും നല്ല ഷെയ്ഡ്സുകളാണ് വന്നത്. പിന്നെ ഭയങ്കര പിടിച്ചുപറിയാണ് ഈ മൽസന്തേരി ഫാബ്രിക്. നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമ്മറാണ്, അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഫാബ്രിക്സ് ആണ് കൂടുതലും ഇഷ്ടം. അപ്പം നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിലിപ്പം നമ്മുടെ കയ്യിലിപ്പം വീഡിയോ കാണിക്കാൻ എനിക്ക് 4 കളേഴ്സ് ഉള്ളതും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിപ്പം ഷോപ്പിലൊക്കെ ഡയറക്റ്റ് പർച്ചേസ് ഒക്കെ നടക്കുമ്പോൾ തന്നെ ഒത്തിരി തന്നെ സോൾഡ് ഔട്ട് ആയി. ഇപ്പം വീണ്ടും ഒരു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. സോ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള റെഡ് അല്ല, നല്ല ഷെയ്ഡാണ്. ആൻഡ് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വരുന്നുണ്ടല്ലോ, നല്ല ലെങ്തും വിടുത്തുകൊണ്ട് ആൻഡ് ഹെവി ആയിട്ട് നോർമൽ രീതിയിലുള്ള വർക്കല്ല, നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വി ഷേപ്പ് കണ്ടില്ലായിരുന്നു. ഇപ്പം കൂടുതലും വി ഷേപ്പ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് എടുക്കാം. നല്ല വൈഡ് വി തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ നെക്കട്ടിയുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ നല്ലൊരു പ്രൈസ് റേഞ്ചാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മൽസന്തേരി, അത് കംപ്ലീറ്റ്ലി ഒരു സമ്മർ സ്പെഷ്യൽ കളക്ഷനാണ് മൽസന്തേരി ഫാബ്രിക്. അധികം ചൂടൊന്നും എടുക്കില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിടിക്കുമ്പോൾ ഉണ്ട്, ദുപ്പട്ടയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് സ്റ്റിഫല്ല, നമുക്ക് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ കിടക്കും ഇതൊക്കെ. അപ്പം അതൊക്കെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 4 കളർ ഷെയ്ഡ്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. താങ്ക്